നമസ്കാരം. ഇന്ന് നമുക്ക് ഇന്ത്യൻ വാഹന ചരിത്രത്തിലെ ഇതിഹാസ വാഹനമായ പഴയ ടാറ്റ സിയാറയെ നമുക്കൊന്ന് കണ്ടു നോക്കാം. വലിയ ഗ്ലാസും വൈപ്പറോടും കൂടിയ പിൻ ഗ്ലാസ് ഏരിയ, മുഴുവനായും വശങ്ങളിലേക്ക് തുറക്കുന്ന ഗ്ലാസ് ഏരിയയാണുള്ളത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ മുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രീതിയിലുള്ള ആൽപൈൻ ഗ്ലാസ് ഏരിയയാണ് ഇത്. ഈ വാഹനത്തെ ലോകത്തുള്ള മറ്റേത് വാഹനത്തിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. വലിയ തടിച്ച സ്റ്റീൽ ബമ്പർ, വലിയ ഹെഡ് ലാമ്പുകൾ, അതുപോലെ തന്നെ ടാറ്റയുടെ വലിയ ലോഗോയോട് കൂടിയ ഗ്രില്ല്, ഇവയെല്ലാം നമുക്ക് കാണാം. പിന്നീട് ഇറങ്ങിയ പല ടാറ്റ വാഹനങ്ങൾക്കും ഇതുപോലുള്ള ബമ്പറും ലൈറ്റുകളും ഗ്രില്ലും ഒക്കെ തന്നെയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. പിൻവശത്തെ വിശാലമായ ഡോർ തുറന്നാൽ വിശാലമായ ലഗേജ് ഏരിയ ലഭ്യമാണ്. യൂസർ ഫ്രണ്ട്ലിയുമാണിത്. വിശാലമായ മുൻവശത്തെ ബക്കറ്റ് സീറ്റുകളിൽ ഇടതുവശത്തെ സീറ്റ് മുമ്പിലേക്ക് മറിച്ചാണ് ബാക്കിലേക്ക് കയറുന്നത്. സീറ്റുകൾക്ക് ഇഷ്ടം പോലെ ലെഗ് റൂമും ഹെഡ് റൂമും ഉണ്ട്. സൗകര്യപ്രദവുമാണ്, സുഖപ്രദവുമാണ്. ഉയർന്ന പൊസിഷനായതിനാൽ നല്ല വിസിബിലിറ്റിയും ഡ്രൈവിങ്ങിൽ ആത്മവിശ്വാസവും ലഭിക്കും. സെൻട്രൽ കൺസോളിൽ AC വെൻറ്റുകൾ, ഗിയർ ലിവർ എന്നിവ സൗകര്യപ്രദമായി ഒരുക്കിയിരിക്കുന്നു. ഡോർ പാഡിലേക്ക് നോക്കിയാൽ ഭംഗിയായ ഹാൻഡ് റെസ്റ്റോട് കൂടിയ ഡോർ ഹാൻഡിലും ഡോർ തുറക്കുമ്പോഴുള്ള വെൽക്കം ലാമ്പും ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇഞ്ചിൻ്റെ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. 1948 cc ഡീസൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ഇഞ്ചിനാണ് ഈ വാഹനത്തിന് ഉണ്ടായിരുന്നത്. കൂടാതെ ഒരു ടർബോ ചാർജഡ് ഡീസൽ ഇഞ്ചിനും ഉണ്ടായിരുന്നു. ഈ 1.95 ലിറ്റർ എഞ്ചിനോട് 5 സ്പീഡ് ഗിയർ ബോക്സും ചേർന്ന റിയൽ വീൽ ഡ്രൈവ് പവർ ട്രെയിൻ ആയിരുന്നു ഈ വാഹനത്തിന് ഉണ്ടായിരുന്നത്. 1991 മുതൽ 2003 വരെ വിപണിയിലുണ്ടായിരുന്ന ഈ വാഹനം വ്യത്യസ്ത ഡിസൈൻ കൊണ്ടും വലിപ്പം കൊണ്ടും വിപണിയിൽ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വാഹനം കൂടിയാണ്. മറ്റൊരു വാഹനവുമായി വീണ്ടും കാണാം.